ഫ്രീക്കന്മാരുടെയും ഫ്രീ തിങ്കേഴ്സിന്റെയും കാലമാണിത്. ഉപദേശിക്കുന്നവരെയും തിരുത്താൻ ശ്രമിക്കുന്നവരെയും തന്തവൈബെന്നും തള്ളവൈബെന്നും പരിഹസിക്കുന്ന തലമുറ. ലോകം വിരൽത്തുമ്പിൽ എന്ന് അഹങ്കരിക്കുന്ന കാലം. എന്തിനും ഏതിനും എളുപ്പവഴികളും കുറുക്കുവഴികളും തേടുന്ന മനുഷ്യൻ. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് വഴി തിരഞ്ഞെടുക്കാനും മടിയില്ലാത്തവരാണ് അധികവും. അതുപോലെ തന്നെ ആത്മീയതയിലും കുറുക്കുവഴികൾ തേടുന്നവരും വിരളമല്ല. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വേദഭാഗത്തിലൂടെ നിത്യജീവനിലേക്കുള്ള വഴി അത്ര സുഗമമല്ല എന്ന് വ്യക്തമാക്കുകയാണ് യേശു കർത്താവ്. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ ഉപസംഹാര ഭാഗമാണിത്. ദൈവസന്നിധിയിൽ താഴ്മയോടെ യാചിക്കേണ്ടതിന്റെയും ദൈവഹിതം അന്വേഷിക്കേണ്ടതിന്റെയും മറുപടിക്കായി കാത്തിരിക്കേണ്ടതിന്റെയും ഒക്കെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കും ചെയ്യുവീൻ എന്നും പറയുന്നു. അതിനുശേഷം 2 വിധത്തിലുള്ള വാതിലുകളെ കുറിച്ച് പറയുകയാണ്. ഒന്ന് നാശത്തിലേക്കും മറ്റൊന്ന് നിത്യജീവനിലേക്കും. നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്, അതിൽ കൂടി പോകുന്നവരും അനേകർ. എന്നാൽ ജീവനിലേക്കുള്ള വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതാണെന്ന് മാത്രമല്ല, അത് കണ്ടെത്തുന്നവരുടെ എണ്ണവും കുറവാണ്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആവശ്യമായ നന്മയെ ത്യജിച്ചു കളയുന്ന യഹൂദ മത നേതാക്കളുടെ സ്വയനീതീകരണത്തെ തുറന്നു കാട്ടുകയാണ് കർത്താവ്. ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ ചെയ്ത് സ്വയം നീതിമാന്മാരെന്ന് കരുതിയിരുന്ന അവർക്ക് യേശുവിനെ മശിഹ ആയി മനസ്സിലാക്കുവാനും അവനിലൂടെ അല്ലാതെ ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല എന്ന സത്യം അംഗീകരിക്കുവാനും സാധിച്ചില്ല. കടലും കരയും ചുറ്റി നടന്ന് തങ്ങളുടെ മതത്തിൽ ആളെ കൂട്ടി അവരെ നിത്യനാശത്തിലേക്ക് തള്ളിയിടുന്നവരെന്ന് കർത്താവ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിത്യജീവനിലേക്കുള്ളത് എന്ന പേരിൽ അനേകം വഴികൾ ലോകം നമുക്ക് മുമ്പിൽ തുറന്നിടും. എന്നാൽ യേശുക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും 2 വഴികളിലൊന്ന് തിരഞ്ഞെടുക്കാൻ നാം നിർബന്ധിതരാകാറുണ്ട്. ഏറെ എളുപ്പവും സുരക്ഷിതവുമെന്ന് തോന്നുന്ന വഴിയാണ് നാം തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുക. എന്നാൽ അതിന്റെ പരിണിത ഫലം എന്തെന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നതാണ് സത്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രയെന്ന് സദൃശ്യവാക്യം മുന്നറിയിപ്പ് നൽകുന്നു. പാപികളുടെ വഴിയിൽ നിൽക്കരുത് എന്നും മാത്രമല്ല, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു എന്നും സങ്കീർത്തനക്കാരനും ഓർമ്മിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ലോകസുഖങ്ങളും ആഡംബരങ്ങളുമെല്ലാം കാട്ടി പ്രലോഭിപ്പിക്കുന്ന സുന്ദരമായ വാതിലുകൾ മുന്നിൽ തുറന്നു കിടക്കുമ്പോൾ ഇടുക്കുവാതിലിൽ മുട്ടുവാൻ നാം മിനക്കെടാറില്ല. കാരണം നമുക്ക് സ്വന്തമെന്ന് നാം അഹങ്കരിക്കുന്ന പലതും ആ വാതിലിന് പുറത്ത് ഉപേക്ഷിക്കേണ്ടി വരും. അന്യായമായി നേടിയ സമ്പാദ്യമാവാം, ചില കൂട്ടുകെട്ടുകളാകാം, സ്വഭാവ വൈകൃതങ്ങളാകാം, നൈമിഷിക സന്തോഷങ്ങളുമാകാം. മാത്രമല്ല, കൂടെ യാത്ര ചെയ്യുവാൻ അധികമാരും കാണുകയുമില്ല. യേശുവിനരികിൽ നിത്യജീവനെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു വന്ന യൗവനക്കാരൻ വിശാലമായ വഴി ഉപേക്ഷിക്കാൻ ഒരുക്കമല്ലാത്തതിനാൽ തിരികെ പോയതായി നാം കേട്ടതാണ്. എന്നാൽ മോശെ തനിക്ക് ലഭ്യമായ രാജകീയ സുഖങ്ങൾ നിസ്സാരമെന്നെ സ്വന്തം ജനത്തോടൊപ്പം ചേരുന്നത് തിരഞ്ഞെടുത്ത് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചുകൊണ്ടു പോകുവാനുള്ള നിയോഗം ഏറ്റെടുത്തു. തന്റെ സ്വന്തം നാട്ടിലെ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നറിയാതെ ദൈവവിളിക്ക് പ്രതികരിച്ച് പിൻചെന്ന അബ്രഹാം ദൈവിക വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് നടന്നതിനാൽ പ്രതിസന്ധികളുടെ ഇടുങ്ങിയ വഴിയിലൂടെ പലപ്പോഴും സഞ്ചരിക്കേണ്ടി വന്നെങ്കിലും ബഹുജാതികൾക്ക് പിതാവെന്ന് വിളിക്കപ്പെട്ടു. കന്യകയായിരുന്ന മറിയ തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും സഹനത്തിന്റെ വഴി തിരഞ്ഞെടുത്തതിനാൽ ലോകരക്ഷകന്റെ മാതാവ് എന്ന പദവിക്ക് അർഹയായി തീർന്നു. വേദപുസ്തകത്തിൽ മാത്രമല്ല, നിത്യജീവിതത്തിലും ഇതുപോലെ ഞെരുക്കമുള്ള വാതിലിലൂടെ യാത്ര ചെയ്യുവാൻ സ്വയം തീരുമാനിച്ചവരെ കാണാനാവും. അതിനൊരു ഉദാഹരണമാണ് ദയാബായി എന്നറിയപ്പെടുന്ന കോട്ടയംകാരി മേഴ്സി മാത്യു. ക്രിസ്തുവിനെ മാതൃകയാക്കാൻ ആഗ്രഹിച്ചവർ, കഷ്ടതകളിലും പതറാതെ നിന്നവർ. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഒരു തെരഞ്ഞെടുപ്പിനായി കർത്താവ് നമ്മയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഭൗതികമായ സമൃദ്ധിയാണോ അതോ നിത്യമായ ജീവനാണോ നാം ഇഷ്ടപ്പെടുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ നൈമിഷിക സന്തോഷത്തിന്റെയും ലൗകികതയുടെയും സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെയും ഒക്കെ വലിയ വാതിലും വിശാലമായ വഴിയും തുറക്കപ്പെടും. അനേകർ കൂടെ യാത്ര ചെയ്യാനുമുണ്ട്. അതുപോലെ തന്നെ ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിലും വഴിയും കാണാം. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ തെറ്റായ വഴിയിലാവാം നമ്മൾ യാത്ര ചെയ്തിരുന്നത്. ആൾക്കൂട്ടങ്ങളും സുഖലോലുപതയും സമ്പന്നതയും ഒക്കെ ഇഷ്ടപ്പെട്ടവരാകാം. സ്വാർത്ഥരും അധികാരമോഹികളും
വഴിതെറ്റിപ്പോയവരുമായിരിക്കാം. എന്നാൽ നിത്യതയിലേക്കുള്ള വാതിൽ അന്വേഷിച്ച് കണ്ടെത്തുവാൻ, ദൈവകൃപയ്ക്കായി യാചിക്കുവാൻ, ആ വാതിൽക്കൽ കാത്തിരുന്ന് അതിൽ പ്രവേശിപ്പാൻ ഇന്നു മുതൽ നമുക്ക് തീരുമാനമെടുക്കാം. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെ കർത്താവിനോടൊത്ത് യാത്ര ചെയ്യാം. സമസൃഷ്ടികളെ സ്നേഹിക്കുന്നതിലൂടെയും കരുതുന്നതിലൂടെയും ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി ജീവിക്കാം. സ്വർഗീയ സുഖം ഉപേക്ഷിച്ച് ദാസവേഷമെടുത്ത് ക്രൂശിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച കർത്താവിനെ മാതൃകയാക്കാം. മരണത്തിന്റെ വഴിയല്ല, ജീവന്റെ വഴി തന്നെ തിരഞ്ഞെടുക്കാം. അനേകരിൽ ഒരാളാകാനല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാകാം. നോമ്പ് ആത്മപ്രകാശനത്തിനുള്ള അവസരമാകട്ടെ. വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ മഹാകഷ്ടത്തിലൂടെ സഞ്ചരിച്ച് കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മുടെ അങ്കികളെ വെളുപ്പിച്ച് ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് നമുക്കും പങ്കുകാരാകാം. യെശയ്യാ പ്രവാചകൻ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പ്രിയ പിതാവേ, ലോകമോഹങ്ങൾ ഭ്രമിച്ച് ജീവിച്ചു പോയ കുറവുകളെ ക്ഷമിക്കണമേ. ഇടുക്കുവാതിലിലൂടെ കടക്കുവാനും ഞെരുക്കമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. വാതിലാകുന്ന ക്രിസ്തുവിലൂടെ നിത്യതയിലേക്ക് പ്രവേശിപ്പാനും നിത്യജീവൻ അവകാശികളായി ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. ആമേൻ.